2-ാം തീയതിയാണ് അഡ്മിറ്റ്. രാവിലെ നേരത്തെ വരണം കേട്ടോ. ആയിക്കോട്ടെ. ഡോക്ടർ പ്രാവശ്യം ഞാൻ എന്തായാലും നിർത്തിട്ടോ ഡോക്ടറെ. ഇനി കഴിയൂല ഡോക്ടറെ. ഉറപ്പിച്ചോ? ഉറപ്പിച്ച്. അത് പ്രസവം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പോവാട്ടോ. വണ്ടി അവിടെ കാത്തിക്കുണ്ട്. എന്നാ ഞങ്ങള് പോട്ടെ. അല്ല നിർത്തിയില്ലല്ലോ. നിർത്താൻ ഇനിയിപ്പോ നിർത്തില്ല. അമ്മായിമ്മക്കൊന്നും വലിയ താല്പര്യമില്ല. നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അല്ല അന്നല്ലേ പറഞ്ഞ എന്തായാലും നിർത്തണം, ഭയങ്കര റിസ്ക് ആണ്, ഇനി പ്രസവിക്കാൻ പറ്റൂല എന്നൊക്കെ. എന്താ നിർത്തിക്കാഞ്ഞേ? അല്ല പ്രസവിക്കൂല, പക്ഷെ ഞങ്ങള് നിർത്തില്ല. ഞങ്ങള് കരുതിയോളാം, മതിയല്ലോ. അല്ല എന്താ മാർഗം വേണ്ടേ? എങ്ങനെയാ അങ്ങനെ കരുതല്? അതൊക്കെ ഹസ്ബൻഡിനെ അറിയാം. അത് ഞങ്ങൾ കരുതുമോ? ഞങ്ങൾക്ക് അറിയാം എങ്ങനെ കരുതണ്ടേന്നൊക്കെ. ഞങ്ങൾ കരുതിക്കോളാം. നിങ്ങൾ തന്നെ നിർത്താ? ഞങ്ങൾ തന്നെ നിർത്തിയോളാം. പിന്നെ കുഴപ്പമില്ലല്ലോ. കോപ്പട്ടി ഇടാൻ നമുക്ക് 40 ദിവസം കഴിഞ്ഞിട്ട് വന്നോ, കോപ്പട്ടി ഇട്ടുതരാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ശ്രദ്ധിച്ചപ്പം വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് മതിയല്ലോ. ഇങ്ങനൊക്കെ എത്ര എണ്ണത്തിനെ കണ്ടതാ ഞാൻ. നോക്കിക്കോ, തുടന്നെ വരും തിരിച്ച്. ഡോക്ടർ ഒന്ന് ക്ഷീണിച്ചല്ലോ. അതിപ്പോ സമയം കുറെ ആയില്ലേ, അതുകൊണ്ടാണ്. അസുഖം എന്താ? ഇല്ല, അങ്ങനൊന്നുമില്ല. നമ്മള് കൊറേ ആയില്ലേ കണ്ടിട്ട്. കുറച്ചായി കണ്ടിട്ട്. എന്ത് പറ്റി? കുളി തെറ്റിയോ? ഇതിപ്പോ എത്രാമത്തെയാ? ഇത് നാലാമത്തെ അല്ലേ? ചെറിയ കുട്ടിക്ക് ഇപ്പൊ എത്രയായി? ചെറുതിന് 6 മാസം ആവണുള്ളൂ ഡോക്ടറെ. അതാ ഞാൻ വന്നേ. ടെസ്റ്റ് ചെയ്തിരുന്നോ? ടെസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു. എന്താ? പോസിറ്റീവ് അല്ലേ? 6 മാസമായിട്ടുള്ളൂ അല്ലേ? ഏതായാലും ഞങ്ങള് മുന്നോട്ട് പോവാന്. ഇവിടെ നിന്നല്ലേ പ്രസവിച്ചേ? ഡോക്ടറെ അടുത്ത് തന്നെ പ്രസവിച്ചേ. എനിക്ക് ഓർമ്മ വന്നു. അല്ല ഒന്നുമില്ല. പ്രസവിക്കണതിന് മുമ്പ് നിർത്തണോ എന്ന് പറഞ്ഞ് ബഹളം വെച്ച്. പ്രസവം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തിക്കോളാം, ഞങ്ങളിതാക്കിക്കോളാം, ഞങ്ങൾക്കറിയാമെന്നും പറഞ്ഞ് പോയ ടീമല്ലേ. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വരരുത് ഇങ്ങോട്ട് പ്രഗ്നന്റ് ആയിട്ടെന്ന്. ഞങ്ങൾ ശ്രദ്ധിച്ചിനി ഡോക്ടറെ. ഇടയിൽ നമ്മളിപ്പോ പ്രതീക്ഷിക്കാതെ അത് ഉണ്ടായത്. ഞാനതാ പറഞ്ഞത്, നിങ്ങളെ ശ്രദ്ധ അത്രേ ഉണ്ടാവുള്ളൂ. അതാ പറഞ്ഞ എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കൂ. ഏതായാലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കില്ല. ആരോഗ്യപരമായി ഞാൻ നല്ല വീക്കാണല്ലോ ഡോക്ടറെ. പിന്നെ ഞങ്ങൾ മെന്റലി പ്രിപ്പയർഡ് അല്ല ഇതിനൊന്നും. ഹസ്ബൻഡ് പുറത്തുണ്ട് ഡോക്ടറെ. ഞാൻ ഹസ്ബൻഡിനെ വിളിക്കാം. ഹസ്ബൻഡ് എന്തിനാ വിളിക്കുന്നത്? ഞങ്ങൾ എന്തായാലും ഇതിപ്പം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കില്ല ഡോക്ടർ. ഡോക്ടർ ഗുളിക എഴുതി തന്നാൽ മതിയല്ലോ. എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ. ഇനി എന്നെ പഠിപ്പിക്കണ്ട. ആയിക്കോട്ടെ, വേറെയും ഡോക്ടർമാരുണ്ടല്ലോ, നമുക്ക് കാണാം.